മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഈ ചാനൽ നിങ്ങളിതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ ശുക്രൻ്റെ രാശിമാറ്റവും അത് വൃശ്ചികം രാശിക്കാരിൽ ചെലുത്തുന്ന പ്രഭാവങ്ങളെയും കുറിച്ചാണ് വിവരിക്കുന്നത്. ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനയെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ്. നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില, ഇപ്പോഴത്തെ മഹാദശ, അപഹാരം എന്നിവയിൽ വരുന്ന വ്യത്യാസം കാരണം ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട്. ശുക്രൻ നിങ്ങളുടെ 7ഉം 12ഉം ഭാവങ്ങളുടെ അധിപനാണ്. ഇപ്പോൾ നിൽക്കുന്നത് 3-ാം ഭാവമായ മകരത്തിലാണ്. ഡിസംബർ 28-ാം തീയതി ശുക്രൻ മകരത്തിൽ നിന്നും 4-ാം ഭാവമായ കുംഭത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും. ഇവിടെ ജനുവരി 28-ാം തീയതി വരെ നിൽക്കുന്നതുമായിരിക്കും. കുംഭം രാശിയിൽ നേരത്തെ തന്നെ ശനി നിൽക്കുന്നുണ്ട്. ഇത് ശനിയുടെ സ്വരാശിയും മൂലത്രികോണസ്ഥാനവുമാണ്. ഇവിടെ ഈ സമയത്ത് ശനി പഞ്ചമഹാപുരുഷ രാജയോഗങ്ങളിൽ ഒന്നായ ശശയോഗവും നിർമ്മിക്കുന്നുണ്ട്. അതിനാൽ ശനി 4-ൽ നിൽക്കുന്നതിനാൽ നിങ്ങൾ ഇപ്പോൾ കണ്ടകശനിയുടെ പ്രഭാവത്തിലാണ്. എങ്കിലും ശനി സ്വരാശിയിലും മൂലത്രികോണസ്ഥാനത്തും നിൽക്കുന്നതിനാലും ഇവിടെ ശശയോഗം നടക്കുന്നതിനാലും കണ്ടകശനിയുടെ കൂടുതൽ പ്രഭാവങ്ങൾ അനുഭവപ്പെടുന്നതല്ലായിരിക്കും. ശനിയും ശുക്രനും മിത്രഗ്രഹങ്ങളാണ്. ശനി ഇപ്പോൾ ശുഭസ്ഥിതിയിലാണ്. ശുക്രനും നിങ്ങൾക്ക് ഈ സമയത്ത് ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത്. ഈ സമയത്ത് ഭൂമി, ഭവനം, പ്രോപ്പർട്ടി, വാഹനം എന്നിവയുടെ ക്രയവിക്രയങ്ങളിൽ ലാഭം ലഭിക്കുന്നതായിരിക്കും. വളരെ കാലമായി വിൽക്കാൻ ശ്രമിക്കുന്നതും പക്ഷേ വിൽക്കാൻ പറ്റാതെ പോയതുമായ ഏതെങ്കിലും പ്രോപ്പർട്ടി ഈ സമയത്ത് വിൽക്കുവാൻ സാധിക്കുന്നതായിരിക്കും. ചിലപ്പോൾ പ്രതീക്ഷിച്ച അത്ര വില ലഭിച്ചു എന്ന് വരില്ല. കാരണം നിങ്ങളുടെ രാശ്യാധിപൻ ചൊവ്വ തൻ്റെ നീചസ്ഥാനമായ കർക്കടകത്തിൽ നിൽക്കുന്നതും അവിടെ നിന്നും 8-ാം ദൃഷ്ടി 4-ാം ഭാവത്തിൽ പതിക്കുന്നതിനാലുമായിരിക്കും അങ്ങനെ സംഭവിക്കുന്നത്. ചൊവ്വയുടെ നീച ദൃഷ്ടി പതിക്കുന്നതിനാൽ എല്ലാ കാര്യങ്ങളും ധൃതി പിടിക്കാതെ സാവകാശം വേണം ചെയ്യുവാൻ. ഈ സമയത്ത് മാതാവിൻ്റെ എല്ലാ സഹായ സഹകരണങ്ങളും ലഭിക്കുന്നതായിരിക്കും. രാഷ്ട്രീയ രംഗത്തുള്ളവരുടെ പൊതുജനപ്രീതി വർദ്ധിക്കുന്നതും പാർട്ടിയിൽ സ്ഥാനക്കയറ്റങ്ങളും മറ്റും ലഭിക്കുന്നതുമായിരിക്കും. 7-ാം ഭാവാധിപൻ കേന്ദ്രസ്ഥാനത്ത് നിൽക്കുന്നത് ദാമ്പത്യ ജീവിതം സുഖകരമാക്കുവാൻ ഇടയാക്കുന്നതായിരിക്കും. നേരത്തെ മുതൽ പ്രശ്നങ്ങളെ നേരിട്ടുകൊണ്ടിരുന്നവർക്ക് അതിൽ ആശ്വാസം ലഭിക്കുന്നതാണ്. അതുപോലെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിൽ വന്നിരുന്ന തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടുന്നതും യോജിച്ച ജീവിത പങ്കാളിയെ കണ്ടെത്തുവാൻ സാധിക്കുന്നതുമായിരിക്കും. വ്യാപാരി വ്യവസായികൾക്ക് ബിസിനസ്സിൽ പുരോഗതി ഉണ്ടാകുന്നതാണ്. പ്രത്യേകിച്ചും ശുക്രനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർക്ക്, അതായത് ടൂർ ആൻഡ് ട്രാവൽസ്, ആഡംബര വസ്തുക്കൾ, ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ്, സംഗീതം, അഭിനയം, നൃത്യം, മെഡിക്കൽ ലൈൻ, റെഡിമെയ്ഡ് ഗാർമെൻറ്റ്സ്, ഇൻറ്റീരിയർ ഡെക്കറേറ്റേഴ്സ്, ഫാഷൻ ഡിസൈൻ, ബ്യൂട്ടി പാർലർ, ജ്വല്ലറി എന്നീ ഫീൽഡിലുള്ളവർക്ക് ഈ സമയത്ത് സാമ്പത്തിക നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. ശുക്രൻ 12-ാം ഭാവത്തിൻ്റെയും അധിപനാണല്ലോ. ഈ സമയത്ത് ചിലവുകൾ വർദ്ധിക്കുവാൻ സാധ്യതകളുണ്ട്. അത് ചിലപ്പോൾ വിദേശയാത്രകൾക്കും മറ്റും വേണ്ടിയായിരിക്കും ചെയ്യുന്നത്. 8-ാം ഭാവത്തിൽ ശുക്രൻ്റെ ദൃഷ്ടി പതിക്കുന്നത് ഇൻലോസുമായി പ്രശ്നങ്ങളുള്ളവർക്ക് അതിൽ ആശ്വാസം ലഭിക്കുവാൻ ഇടയാക്കുന്നതായിരിക്കും. ഈ സമയത്ത് ധാർമ്മിക കാര്യങ്ങളിൽ രുചി വർദ്ധിക്കുന്നതാണ്. 10-ാം ഭാവത്തിൽ 7-ാം ദൃഷ്ടി പതിക്കുന്നത് പുതിയ ജോലി ലഭിക്കുവാനും മറ്റും ഇടയാക്കുന്നതായിരിക്കും. ശുക്രൻ്റെ 9-ാം ദൃഷ്ടി 11-ാം ഭാവത്തിലാണ് പതിക്കുന്നത്. ഇവിടെ നീചസ്ഥാനത്ത് നിൽക്കുന്ന ചൊവ്വയുടെയും ദൃഷ്ടി പതിക്കുന്നുണ്ട്. അതിനാൽ 11-ാം ഭാവത്തിൻ്റെ അധികം ശുഭഫലങ്ങൾ ലഭിക്കുന്നതല്ലായിരിക്കും. ഇതാണ് ശുക്രൻ്റെ കുംഭത്തിലേക്കുള്ള രാശിമാറ്റം വൃശ്ചികം രാശിക്കാരിൽ ചെലുത്തുന്ന പ്രഭാവങ്ങൾ.
വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.